ഇന്നലെ അർദ്ധരാത്രി 2-3 മണിയായിട്ടും ആദിലയും നൂറയൊന്നും ഉറങ്ങിയിട്ടില്ല. അനിമോളുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഷാനവാസ് വരുന്നുണ്ട്. അപ്പം നൂറ് ഷാനവാസിനോട് ചോദിക്കുന്നു, ഷാനവാസ്ക്ക് എന്തിനാണ് ഇവളോട് കൂട്ടായിട്ട് ഇവളോട് ഓരോ കാര്യങ്ങളും പറഞ്ഞൊക്കെ നിന്നത്, ഇവളുടെ കാര്യത്തിനൊക്കെ ഇതായി നിന്നത്, ഇവളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അപ്പം ഷാനവാസ് ചോദിച്ചാൽ അത് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞപ്പം നിങ്ങളത് കേട്ടില്ലല്ലോ, എന്നെ കൊതിയാന്ന് വരെ അവൾ വിളിച്ചിട്ട് പിന്നെ നിങ്ങളപ്പോൾ അവൾക്ക് സപ്പോർട്ടായിരുന്നു. ഇപ്പോഴെങ്കിലും എല്ലാവർക്കും മനസ്സിലായി വരുന്നുണ്ടല്ലോ, അത് മതി. നിങ്ങൾ കൂടുതൽ അവളുടെ അടുത്ത് ഇതാക്കാൻ നിൽക്കണ്ട. നിങ്ങൾ പുറത്തൊറ്റക്ക് ജീവിക്കുന്നതാണ്. അപ്പോഴത്തേക്കും ഇന്നിങ്ങനെ പറയലും അക്ബർ അതുവഴി വന്ന്. അപ്പോൾ ആ ഷാനവാസ് അതങ്ങ് നിർത്തി. ഒരുപക്ഷെ PR വർക്കൊക്കെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ആയിരിക്കും പറയാൻ വന്നത്. അത് കഴിഞ്ഞ് ഷാനവാസ് പറഞ്ഞു, ഇവളെ നമ്മളൊന്നും പറയുന്നത് കേൾക്കത്തില്ല, അല്ലാതെ അവളിങ്ങനെ ഓരോ ഇതുണ്ടാക്കുവാണ്, ഡ്രാമ കളിക്കുകയാണ് അവൾ. അവൾക്ക് പുറത്ത് PR സപ്പോർട്ടിൻ്റെ ആ ഒരു ബലത്തിലാണ് അവൾ നിൽക്കുന്നത്. അതിന് ഓരോ കണ്ടൻറ്റ് ഉണ്ടാക്കി കൊടുക്കുവാണ്. ലാസ്റ്റ് ആയപ്പോൾ നിങ്ങളെയും അവൾ ഇതാക്കി പുറന്തള്ളി. എന്നിട്ട് അവൾ ഒറ്റപ്പെട്ട രീതി കളിക്കുക. അപ്പം നൂറ പറഞ്ഞ്, ഇനിയൊരിക്കലും ഞാനിവളെ കൂട്ടാക്കത്തില്ല, മനസ്സിലാക്കിയല്ലോ, ഇവളിങ്ങനത്തവളാണെന്ന് മനസ്സിലായല്ലോ. അങ്ങേരും ഇപ്പോൾ കൂട്ടുണ്ട്, അനീഷ് അവൾക്ക്. അവൾ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ച് കൂട്ടുന്നതും കാണിച്ച് കൂട്ടിയതും. പക്ഷേ ഈ പറയുന്നവരും കഴിഞ്ഞ ആഴ്ചകളിൽ കിച്ചണിൽ കയറിയിട്ടില്ല, കിച്ചൺ ക്യാപ്റ്റനായിട്ട് പോലും ഒന്നും കയറിയിട്ടില്ല. എന്നിട്ടാണ് അനുമോളെ ഇരുന്ന് 3 സംഘം കുറ്റങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഈ ഷാനവാസിന് എന്തിൻ്റെ കേടാണെന്നറിയത്തില്ല ഇവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ഇവരെ ആരെന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ എതിരെ ഷാനവാസും ഉണ്ടാവും. അനുമോളെ ഇന്നലെ എന്തൊക്കെയാണ് ഷാനവാസ് ഇവർക്ക് വേണ്ടി പറഞ്ഞത്, ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട്. അനുമോളും തെറ്റ് ചെയ്ത്, അതിലും കൂടുതൽ അവരും തെറ്റ് ചെയ്ത്. കാരണം അല്ലാതെ അനുമോളെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ. അതുപോലെ തന്നെ അനുമോളെ ഇന്നലെ ഇവരോട് നൂറയോട് പറഞ്ഞെന്നും പറഞ്ഞ് ഷാനവാസ് ചൂടാവുന്നുണ്ടായിരുന്നു. ടോപ്പ് 5-ലെത്തിയ ഇതിൻ്റെ അഹങ്കാരമാണെന്ന്. അത് തന്നെ നൂറ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് PR വർക്കിൻ്റെ അഹങ്കാരമാണ് അനുമോൾക്കെന്ന്. അപ്പോൾ അതിന് ഒരു പ്രശ്നം. അനുമോളുടെ ബെഡിൽ നെവിൻ വെള്ളമൊഴിച്ച്, അതിനും ആർക്കും ഒരു പ്രശ്നങ്ങളും ചോദിക്കാനില്ല. അനുമോളെ എന്തെങ്കിലും പറയുമ്പോൾ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി വളഞ്ഞ് ആക്രമിക്കുകയാണ് ഹൗസിൽ. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ്